പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാകട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 13 വചനങ്ങളാണുള്ളത്. ആ 13 വചനങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്നലെ 12-ാമത്തെ വചനമാണ് പഠിച്ചത്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. അതായിരുന്നു വചനം. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. അതായത് ദൈവത്തിൻ്റെ വചനം നിറയുമ്പോൾ, ദൈവവചനം നമ്മിൽ വരുമ്പോൾ, നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി പെരുമാറുന്ന ഒരു സാഹചര്യം കണ്ടോ. എത്ര സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ദൈവവചനത്താൽ നിറയുമ്പോൾ. ഇന്ന് പഠിക്കുന്നത് ആ 55-ാം അധ്യായത്തിൻ്റെ അവസാന വചനമാണ്, 13-ാമത്തെ വചനമാണ്. വീണ്ടും അതുമായി ബന്ധപ്പെട്ടത് തന്നെ. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. മുൾച്ചെടിക്ക് പകരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകും. ദൈവവചനം നിറയുമ്പോൾ ആ മുൾച്ചെടിയൊക്കെ സരളവൃക്ഷമായി മാറും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സഹനങ്ങളൊക്കെ പൂർണ്ണമായി ഇല്ലാതായി നാം പൂർണ്ണമായി സന്തോഷവാന്മാരാകുന്നല്ല, സന്തോഷത്താൽ നിറയും. പക്ഷേ ആ മുൾച്ചെടി ഇരുന്നാൽ പോലും അവിടെ സരളവൃക്ഷത്തിൻ്റെതായ ഒരു അനുഭവം ഉണ്ടാവും. അപ്പം മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും. ഒരുപക്ഷെ നമ്മുടെ സഹനങ്ങളൊക്കെ മാറി സന്തോഷം നിറയും. ഇനിയും മുൾച്ചെടികൾ ഇരുന്നാലും സഹനങ്ങൾ ഇരുന്നാലും അവിടെ സരളവൃക്ഷാനുഭവം നമുക്കുണ്ടാകും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിനൊരു സ്മാരകമായിരിക്കും. ഇത് കർത്താവിനൊരു സ്മാരകമായിരിക്കും. ഒരിക്കലും നശിക്കാത്ത ഒരു ശാശ്വത സ്മാരകം, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. അപ്പം വചനം ഇതാണ്: ഇൻസ്റ്റെഡ് ഓഫ് ദ thorn shall come up cypress, instead of the briar shall come up the myrtle, and it shall be to the Lord for a memorial, for an everlasting sign that shall not be cut off. അപ്പം മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷം ഉണ്ടാകുന്നു, കാരയ്ക്ക് പകരം സൗഗന്ധികം. എത്ര സുന്ദരമായ ദൈവവചനത്താൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥകൾ മാറും. നമ്മുടെ ജീവിതാവസ്ഥകൾ മാറും. നമ്മുടെ പ്രതിസന്ധികളിൽ ഒരു ഉത്തരം കർത്താവ് തരും. ജീവിതാനുഭവങ്ങൾ ദൈവ സ്നേഹത്തോട്, ദൈവവചനത്തോട് ചേർത്ത് വയ്ക്കുക. ദൈവം നമ്മെ നയിക്കും. ദൈവം നയിക്കുന്ന ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ.